ഹലോ ഗൈസ്, അപ്പൊ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഹൂ നോസ് മീ ബെറ്റർ. വെൽക്കം ബാക്ക് ടു ഡോക്ടർ കിഡ്സ് മൈ. അപ്പോ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെയും ഫോളോവേഴ്സിനെയും കുറച്ച് റിക്വസ്റ്റ് പ്രകാരം നമ്മൾ ചെയ്യുന്ന ഒരു ഇതാണ്. നമ്മുടെ ഫോളോവേഴ്സിനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് ക്വസ്റ്റ്യൻസും കാര്യങ്ങളും. അതിനെ അനുസരിച്ച് നമ്മൾ ഇവരോട് എന്നെ പറ്റിയിട്ട് ഇവർക്ക് എന്തറിയാം, അതേപോലെ ഇവരെ പറ്റിയിട്ട് നമുക്ക് എന്തറിയാം എന്നും വേണമെങ്കിൽ നമുക്ക് നോക്കാം. അത് നിങ്ങൾ വേറെ കമന്റ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ അബൌട്ട് മൈ ക്യാരക്ടർ, വെദർ സർക്കാസ്റ്റിക് ഓർ സില്ലി വൺ. പറഞ്ഞോ. സില്ലി, വെറും സില്ലി. കൈ പൊക്കണല്ലേ? സില്ലി പറയാൻ കാരണം നീ സില്ലിയാണ്. സർക്കാസ്റ്റിക് ആയിട്ട് പറയാനുള്ള ബുദ്ധിയൊന്നും എനിക്കില്ല. എന്തായാലും ആ ഒരു കമന്റ് ഇട്ട ആള് പേര് അഹിലാം 05. കൊള്ളാം, നന്ദിയുണ്ട് ചോദിച്ചത്. മൈ ഫേവറേറ്റ് സോങ്, ഞാൻ എപ്പോഴും കേൾക്കുന്ന ഒരു പാട്ട് ഒരുപാടുണ്ട്, പക്ഷെ ഞാൻ എപ്പോഴും പിന്നെയും കേൾക്കുന്ന ഒരു പാട്ടുണ്ടാവും. റിപ്പീറ്റഡ് സോങ്. മറ്റേ ഒരു ഹിന്ദി സോങ് ഉണ്ടല്ലോ, എന്റെ ഗസ്റ്റ് ആണ്, മറ്റേ റബ്ബാനി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വൈ ഡോക്ടർ കിഡ്സ് മൈ ഒഫീഷ്യൽ? ഈ നെയിം ഇടാനുള്ള ബാക്ക് സ്റ്റോറി എന്താണെന്ന് അറിയുമോ? എന്താ ഹോസ്പിറ്റലിൽ പോയപ്പോ അവിടുത്തെ നേഴ്സോ അവിടുത്തെ ഒരു സീനിയർ നേഴ്സ് എന്നോട് നിന്റെ സ്മൈല് ഒരു എന്താണ് കിഡ് സ്മൈൽ പോലെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞത് എന്നെയാണ് തള്ളിയത്. അതൊരു റീസൺ പറ, നീ പറ നിന്റെ കാര്യം പറ. വേറെ ഭാഷ വേറെ ഉണ്ടോ? അല്ല, ഇതിനൊരു ഫുൾ സ്റ്റോറി ഉണ്ട്. പിന്നെ അവിടുത്തെ സിസ്റ്റർമാര് കുട്ടി ഡോക്ടറെ അതുകൊണ്ടാണ് നമ്മൾ കിഡ്സ് സ്മൈൽ ഇട്ടത്. അങ്ങനെയാണ്. പിന്നെ അങ്ങനെ കാണുന്ന ചിരി, അങ്ങനെ ഡോക്ടർ ആ സ്മൈലിലൊരു കഥ ഉണ്ട്. ചിരി കൊള്ളാന്ന് പറഞ്ഞു എല്ലാവരും. എന്ന് പണ്ട് റീൽസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് എല്ലാവരും പറഞ്ഞിട്ടുണ്ട് ചിരി കൊള്ളാം. നമ്മള് ഒരു റീല് ചെയ്ത സമയത്ത് മുന്നത്തെ റീലാണ് ഞാൻ ഇവിടെ കാണിക്കാം, ഈ സൈഡിലെവിടെയെങ്കിലും കാണിക്കാം. അപ്പോ അതിന്റെ അകത്ത് കുറെ കമന്റ്സ് വന്നിരുന്നു ചിരി കൊള്ളാമെന്ന്. അപ്പൊ ഞാൻ വിചാരിച്ചു കുട്ടി ഡോക്ടർ എന്ന് പറയുമ്പോ ഡോക്ടർ കിഡ്, അതിന്റെ കൂട്ടത്തിൽ സ്മൈലും ഇട്ടു. പിന്നെ ഒഫീഷ്യലി പിന്നെ കണ്ടവരൊക്കെ ഒഫീഷ്യലായതുകൊണ്ട് ഞാൻ ഒഫീഷ്യലായി. അതാണ് ഉണ്ടായത്. ഒഫീഷ്യലിയുടെ വലിയ ചെലവൊന്നുമില്ലല്ലോ. സത്യം. അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് ഇൻ ഹോം ടൗൺ. പറഞ്ഞു ഞാൻ പറയാം. ഹോം ടൗൺ ഇഷ്ടാണ്, പക്ഷെ ഏറ്റവും ഇഷ്ടമുള്ളത് മന്തി, ബിരിയാണി അല്ല, മറ്റേ നാടൻ തൈര് അല്ല, ഞാൻ പറയില്ലതല്ലേ. പറഞ്ഞോണ്ടിരുന്ന അതിപ്പോ ഒരു ഒറ്റ ആൻസർ ആവില്ലല്ലോ, ഞങ്ങൾക്ക് കിട്ടിയില്ല. ഹോം ടൗണില് ഞാൻ ഏറ്റവും കൂടുതൽ എന്റെ ഫേവറേറ്റ് ആണ് ഷവർമയാണ്. ഫുൾ മീറ്റ് ഷവർമയാണ് ഏറ്റവും കൂടുതൽ ഞാൻ കഴിക്കാറുള്ളത് നാട്ടിലാവുമ്പോ. ഓക്കെ, നോട്ട് ദ പോയിന്റ്. മേടിച്ചെടുത്തൊന്നുമില്ല. ഇതിങ്ങനത്തെ അടുത്ത ക്വസ്റ്റ്യൻ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എന്റെ ഏറ്റവും പേടിയുള്ള ഒരു സംഭവം. എനിക്ക് ഏറ്റവും പേടിയുള്ളത് പ്രേതങ്ങളെ പേടിയില്ല. അത് പിന്നെ എല്ലാവർക്കും പൊതുവായിട്ടുള്ള പേടി. എന്തെങ്കിലും പേടി ഉണ്ടാ? പേടി ഇല്ലായിരിക്കുന്നില്ല, ഉള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അത് ചിലപ്പോ കേട്ടാ ചിരിക്കണ സാധനമായിരിക്കും. പല്ലീനൊക്കെ നമ്മള് മേത്തേക്ക് വിടാ പോലെ തട്ടി ആ ഒരു പേടി എന്നല്ലാണ്ട് അങ്ങനത്തെ എന്ന് പറഞ്ഞാ നമുക്ക് സിറ്റുവേഷൻ ആവാം. അതൊരു സിറ്റുവേഷൻ ആവാം, ചിലപ്പോ എനിക്ക് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിലാവാം, എന്റെ നാലുപുറങ്ങളിലുള്ള കാര്യങ്ങളാവാം, ഫ്രണ്ട്ഷിപ്സ് ഒക്കെ വിട്ടുപോവാ, അങ്ങനെയൊക്കെ വിചാരിക്കുമ്പോ ഫ്രണ്ട്ഷിപ്സ് ആണ് എന്റെ ഏറ്റവും കൂടുതൽ ക്ലോസ് ആയിട്ട് എപ്പോഴും ഉള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള യൂട്യൂബർ ഇൻ ഗെയിമിംഗ്, ഇൻ ഡെയിലി ലൈഫ്, ഇൻ ഷോർട്സ്. ഡെയിലി ലൈഫ് കാർത്തിക് സൂര്യ. അതെ, കാർത്തിക് സൂര്യയുടെ പേര് എനിക്ക് ഞാൻ മൂപ്പരുടെ വീഡിയോസ് കണ്ടിട്ടാണ് ശരിക്കും പറഞ്ഞാൽ നമ്മള് ലൈഫ് സ്റ്റൈൽ വ്ളോഗിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ ഗെയിമിംഗ്
ഗെയിമിംഗ് മോന്റെ പേര് എനിക്ക് അറിഞ്ഞൂടാ. എന്താണ് മറ്റേ കണ്ണാടിയൊക്കെ വെച്ചിട്ട് റിവ്യൂ പറയുന്നത്. ഈഗിൾ ഗെയിമിംഗ് ആണ്. ഷോർട്സ് ഈഗിൾ ഗെയിമിങ്ങിന്റെ വീഡിയോസ് കണ്ടിട്ടാണ് ശരിക്കും പറഞ്ഞ മൂപ്പര് ലൈഫ് സ്റ്റോറി ഒക്കെ കേട്ടിട്ടാണ് എനിക്ക് കുറെയൊക്കെ ഒരു നമ്മൾ യൂട്യൂബ് തുടങ്ങാം, ഇനി ഒന്നുമില്ലെങ്കിലും നമുക്ക് എവിടെയെങ്കിലും ഒക്കെ റെക്കഗ്നിഷൻ ശരിയാവും, നമ്മൾ ഹോപ്പ് വെക്കുക, നല്ല രീതിക്കുള്ള ഒരു വ്യൂ വെക്കുക എന്നുള്ളതൊക്കെ പല കാര്യങ്ങളും അവിടെ നിന്നാണ് കിട്ടിയത്. പിന്നെ നെക്സ്റ്റ് ഷോർട്സ്. ഞാൻ ഈ ഷോർട്സ് തുടങ്ങാൻ ഒരാളുടെ ഈ ഡേ ഇൻ മൈ ലൈഫ് അപ്പായിയല്ല പെങ്കൊച്ചല്ലേ? പെങ്കൊച്ചാണ്. ആ ഒരു കുട്ടിയുടെ വീഡിയോ കണ്ടിട്ടാണ് ഞാൻ ശരിക്കും പറഞ്ഞ ഷോർട്സ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യേണ്ടതെന്ന് പഠിച്ചത്. പേര് ചെറിയ കൊച്ച. ചെറിയ നമ്മളെങ്ങോട്ടൊക്കെ ഇളയതായിരിക്കും, അറിയില്ല, എനിക്ക് പേഴ്സണലി കുട്ടീനെ അറിയില്ല, ആണ് പ്രായം കൊണ്ടായിരിക്കും തോന്നുന്നു. പറഞ്ഞിട്ടുണ്ടോ പണ്ട്? ഞാൻ പറയട്ടെ, തേജ തങ്കു. ആളെ കണ്ടാ അറിയാം. തേജ തങ്കു എന്ന് പറഞ്ഞൊരു വ്ളോഗർ ഉണ്ട്. ഇപ്പൊ നിങ്ങളുടെ മിക്ക ആൾക്കാർക്കും അറിയണ്ടാവും. അവരെ കണ്ടിട്ടാണ് ഞാൻ ഷോർട്സ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യണം എന്ന് പഠിച്ചത്. അപ്പൊ അതിനെ പരിചയപ്പെടുന്നത് നമ്മള് കുറച്ചൊക്കെ ഒന്ന് എസ്റ്റാബ്ലിഷ് ആയി തുടങ്ങിയപ്പോഴാണ് അപ്പായി ഇതേപോലെ നമുക്ക് ഇതേമാതിരി ഇങ്ങനെ അറിയണത്, ഇങ്ങനെ ഒരാളോടും കൂടെ ഉണ്ട് എന്നുള്ളത് അറിഞ്ഞു കഴിഞ്ഞപ്പോ ഇപ്പൊ അവർ ഇവിടെ തന്നെ. അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫേവറേറ്റ് പ്ലേസ് ദാറ്റ് ഐ വുഡ് ലൈക്ക് ടു വിസിറ്റ് ഇൻ ഫ്യൂച്ചർ? കോമൺ ആയിട്ടുള്ള സ്ഥലം ആയിരിക്കാം. മിക്ക ആൾക്കാരും കാശുണ്ടാക്കാൻ പോകുന്ന ഒരു നാടും കൂടിയാണ് അത്. പക്ഷെ എവിടെ കൃത്യമായി പറയാം. അല്ല, ഖത്തർ ഏകദേശം ആയതൊക്കെ തന്നെയാണ്. കറക്റ്റ് പ്ലേസ് പറയണം. അല്ല, സൗദിയാണ്. ഞാന് റിയാദിയനാണ്. ഞാൻ ജനിച്ചതും വളർന്നൊക്കെ റിയാദിലാണ്. അപ്പൊ ഒരു 8th എത്തിയപ്പോഴാണ് ഞാൻ നാട്ടിലോട്ട് എത്തുന്നത്. അപ്പൊ ഒരു 3-4 വർഷമേ നാട്ടിലുണ്ടായിട്ടുള്ളൂ. അപ്പൊ എനിക്ക് അതുകൊണ്ട് തന്നെ എനിക്ക് ഇപ്പൊ ഇനിയൊരു ജോലി കിട്ടി കാര്യങ്ങളാവുകയാണെങ്കിലും റിയാദിൽ കിട്ടിയ കൊള്ളാം എന്ന് എനിക്ക് ഉണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫേവറേറ്റ് തിങ് ടു ഡു ഇൻ എ ഡേ? എനിക്ക് ഒരു ദിവസം എന്ത് ചെയ്യാനാണ് ഇഷ്ടം? വീഡിയോ എഡിറ്റിംഗ്. സത്യം, എനിക്ക് എഡിറ്റിംഗ് ഇഷ്ടമാണ്. ഞാൻ വീഡിയോസ് എടുക്കാൻ ഇഷ്ടമാണ്. എനിക്ക് ഇന്ററാക്ഷൻസ് ഇഷ്ടമാണ്. അതുകൊണ്ടാണ് നമ്മളെല്ലാരും ഓരോരുത്തരെ കമന്റും ഇരുന്ന് ഞാൻ തിരിച്ച് റിപ്ലൈ തരുന്നതിന്റെ മെയിൻ റീസൺ തന്നെ എനിക്ക് ഇന്ററാക്ട് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഞാൻ കല്യാണം കഴിഞ്ഞിട്ടുണ്ടോ? ഇതൊക്കെ എന്റെ കല്യാണം ചോദിച്ചത്. ഓക്കെ, എന്റെ കല്യാണം കഴിഞ്ഞതൊന്നുമല്ല. പെണ്ണ് കിട്ടുമെന്നും തോന്നുന്നില്ല, കൊടുക്കുമെന്നും തോന്നുന്നു. 1, 2, 3. നമ്മുടെ യൂട്യൂബ് ചാനലിന്റെ ഫസ്റ്റ് നെയിം എന്തായിരുന്നു? ഇപ്പൊ നമ്മൾ വ്ളോഗ് എടുത്തുകൊണ്ടിരിക്കുന്ന ചാനലില് ഇതാണ് സെക്കൻഡ് ചാനലാണ് ഇപ്പൊ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഈ സെക്കൻഡ് ചാനലിന്റെ ആദ്യത്തെ പേര് എന്തായിരുന്നു? പറഞ്ഞു. ഡോക്ടർ ഫൈസൽ സൽമാൻ. ആക്ടർ ഡോക്ടർ അത് വേറെ. അങ്ങനെ ഡോക്ടർ ഉണ്ട്. ഡോക്ടർ ഫൈസൽ ഷോർട്സ്, അത് നമ്മുടെ മെയിൻ ചാനലിന്റെ പഴയ പേര്. ഇതിന്റെ പഴയതില്ലേ? ഡോക്ടർ ഫൈസൽ ഫൈസി. അവിടെ പോയി അരമാർക്ക് നമുക്ക് നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കളർ? ബ്ലാക്ക്. അതെ, എന്തിനൊക്കെ പറയാൻ പറ്റണ്ടേ? ഒരു ഗ്യാപ്പ് താടേ. ഞാൻ എന്നാണ് നമ്മുടെ മെയിൻ ചാനലില് വീഡിയോസ് ഇട്ട് സ്റ്റാർട്ട് ചെയ്തത്? മുതലാളി ഒരു ചെത്തി വീഡിയോസ് ഇട്ട് സ്റ്റാർട്ട് ചെയ്തത് മെയിൻ ചാനലില് നമ്മുടെ ഡോക്ടർ കിഡ് സ്മൈൽ ഒഫീഷ്യൽ എന്ന് പറഞ്ഞ ചാനലില് എന്ന് മുതലാണ്? വർഷമല്ല, സ്പെസിഫിക് ഡേറ്റ് പറയണ്ട, മന്ത് പറഞ്ഞാൽ മതി.
ഡിസംബർ നോക്കട്ടെ. അല്ലെ നവംബർ. ഇല്ല അതെനിക്ക് കിട്ടൂല, കാരണം അതിന്റെ അകത്ത് കാണിക്കുന്നത് യൂട്യൂബ് തുടങ്ങിയ കാലത്ത്. കേക്കള ആ, പറ. നവംബർ ഡിസംബർ 2023 22 തുടങ്ങി 23 വീഡിയോ ഇട്ടു. കറക്റ്റ് ഇപ്പൊ പറഞ്ഞു പറഞ്ഞെടുത്ത് ഇപ്പൊ അടുത്തായിട്ട് കൂടി എന്തോ തള്ളിയിരുന്നു. അങ്ങനെ ഒരു ഓർമ്മ. നമ്മളിപ്പോ ഏകദേശം വീഡിയോസ് ഇട്ട് തുടങ്ങിയിട്ട് 1 വർഷം ആവാനായി. അടുത്ത മാസത്തോടെ ഒരു സെപ്റ്റംബറിലായിരുന്നു, ഒക്ടോബർ, സോറി 2 മാസം കൂടി ബാക്കിയുണ്ട്. ചൈനയിൽ വെച്ചിട്ട് ഇതുവരെ നമ്മള് ചെയ്ത വ്ളോഗുകളില് നിങ്ങൾക്ക് തോന്നുന്നത് എനിക്ക് ഇഷ്ടമായി അല്ലെങ്കിൽ നമ്മുടെ ചാനൽ ഗ്രോ ചെയ്യാൻ ഒരു സ്പെസിഫിക് ഷോർട്സ് ഉണ്ടായിരുന്നു. ഷോർട്സ് ആണ്. ഒരു ഷോർട്സ് ഉണ്ട്, അല്ല വ്ളോഗ് അല്ല, നമ്മുടെ ചാനൽ മെയിൻ ചാനൽ ഗ്രോത്ത് ഉണ്ടാവാൻ ഒരു ഷോർട്സ് ഉണ്ടായിരുന്നു. അതേതാണ്? മറ്റേ OT കണ്ടന്റ് ചാനൽ മില്യൻസ് അടിച്ചത് അതാണ്. ഫസ്റ്റ് നമ്മുടെ വ്ളോഗില് ഐ മീൻ ഷോർട്സ് ചാനലില് ഏറ്റവും ആദ്യം മില്യൻ അടിച്ച ഒരു ഷോർട്സ് ആയിരുന്നു OT എന്ന് പറഞ്ഞ ഇവിടുത്തെ ഓപ്പറേഷൻ തിയേറ്ററിന്റെ സംഭവമാണ് ഫസ്റ്റ് മില്യൻ അടിച്ചത്. അവിടെ നിന്നാണ് നമ്മള് ഒന്ന് ക്ലിക്കായി തുടങ്ങിയത്, ചാനൽ ഒന്ന് സ്റ്റാർട്ടപ്പ് കിട്ടിയത്. അപ്പോ അങ്ങനെ വിജയപൂർവ്വം ജയിച്ചിരിക്കുന്നു. നമ്മള് പകുതി വെച്ച് എണ്ണാൻ തുടങ്ങി. ഇങ്ങനെ വന്ന എത്ര പോയിന്റ് പറ? ഒരു 8 പോയിന്റെങ്കിലും അവര് കിട്ടിയിട്ടുണ്ട്. അപ്പൊ എനിക്ക് എത്ര 10? 5 ഇടാം. ഒട്ട കൈ എല്ലാരും. ഓക്കേ, അടുത്തത്. അപ്പോ അടുത്തതില്ല കഴിഞ്ഞു. അപ്പൊ ഇതും ജയിച്ചു guys. ഇവനെ give away. അവരെ ഞങ്ങള് ഒന്നും വേണ്ട. മേടിക്കാൻ അല്ല ഈ തങ്കപ്പനൊരു പാവാണ് കൊച്ചമ്മേ. കണ്ടിട്ടൊരു കള്ളനെ പോലെ ഉണ്ട്. ഇനി നിങ്ങൾ പറയണം അടുത്ത ഇവരെ 2 പേരിൽ ആരെങ്കിലും ഇതേപോലെ ഇത് ചെയ്യണോ വേണ്ടതെന്നുള്ളത്. കണ്ട ബ്രദേഴ്സ് ആണെന്ന് തോന്നിക്കെങ്കിലും ഇത് ബ്രദേഴ്സോ കാര്യമോ ഒന്നല്ല, 2 തലക്കാണ്. മനസ്സിലായില്ലേ? ഇത് കുറെ എണ്ണത്തിലേക്ക് കണ്ടു മടുത്തു, അതുകൊണ്ടാണ് അത് പ്രത്യേകിച്ച് എടുത്തു പറയണത്. അപ്പോ ഇന്നത്തെ പരിപാടി തീർന്നു. ഡോക്ടർ കിഡ്സ് സ്മൈൽ സൈനിങ് ഓഫ്. നമ്മിലൊരാളെ നീ ആവരി മണ്ണിൽ കണ്ണിൽ തീ കാണാം വാ കണ്ണു മിഴിച്ചു നിൽക്കാതെ ലോട്ട് മുട്ടാൻ നീ വാ